ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ സ്നേഹിതരെ, നമ്മൾ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മൈൽ തോൺ അല്ലെങ്കിൽ കിലോമീറ്റർ എഴുതിയ കുറ്റികൾ റോഡ് സൈഡിലുള്ളത്. ഒപ്പം തന്നെ സൈൻ ബോർഡുകളും. ഇവ രണ്ടും നമ്മളെ സഹായിക്കുന്നത് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുവാനും നമ്മൾ ശരിയായിട്ടുള്ള, അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുമായിട്ടാണ്. ഒരുപക്ഷെ നമുക്കറിയാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മൈൽ തോണും ഈ സൈൻ ബോർഡുകളും ഇല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് ഏറെ ക്ലേശിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒക്ടോബർ മാസത്തിലെ 14-ാം തീയതി പരിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. യഥാർത്ഥത്തിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച സംഭവിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ 14-ാം തീയതിയും ഈ പരിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അതുപോലെ തൻ്റെ അമ്മയും ഈ കുരിശിലുള്ള വിശ്വാസത്തോടുകൂടെ യുദ്ധം ചെയ്ത് വിജയിക്കുകയും അങ്ങനെ ദേവാലയം പണിത ദേവാലയത്തിൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ മാസം 14-ാം തീയതി ആ കുരിശിനെ പുകഴ്ചയുടെ കുരിശായിട്ട് സ്ഥാപിക്കുകയും അങ്ങനെ ആ കുരിശിലൂടെ രക്ഷ പ്രാപിക്കുവാനായിട്ട് കുരിശിൻ്റെ പുകഴ്ച ചെയ്യുവാനായിട്ട് അനേകം ആൾക്കാരുകൾ അവിടെ തടിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശാണ് ദൈവസ്നേഹത്തെയും ദൈവകാരുണ്യത്തെയും നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇനി ഈ കുരിശാണ് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായിട്ട്, സൈൻ ബോർഡായിട്ട്, മൈൽ തോണായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കുരിശിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും നീ എത്രമാത്രം അകലെയാണോ അത്രമാത്രം അകലെയാണ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം എന്നുള്ളതാണ്. കാരണം ഈ കുരിശ് എൻ്റെ ജീവിത യാത്രയിൽ എന്നോട് വിളിച്ചു പറയുന്നത്, ഞാൻ കരുണയായിരിക്കുന്നത് പോലെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടിയിരുന്നില്ലേ എന്ന്. അപ്പോൾ ഞാനും സ്വർഗവും തമ്മിലുള്ള ദൂരം ഈ കാണിക്കുന്ന മൈൽ തോണാണ് പരിശുദ്ധ കുരിശ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അത് ശരിയായ ദിശയിലേക്ക് കാണിക്കുന്നതാണ്. അതായത് കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും എത്രമാത്രം ആ കർത്താവിൻ്റെ യാഥാർത്ഥ്യത്തോട് ചേർത്ത്, സ്നേഹത്തിൻ്റെയും കരുണയുടെയും യാഥാർത്ഥ്യത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ജീവിതം എത്രമാത്രം ആ ദിശ തെറ്റിയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് കാണിക്കുന്നു. അതിനായിട്ട് ഇത് ദിശ കാണിക്കുന്നു, അവിടുത്തെ സ്നേഹവും കരുണയും വെച്ച്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ധ്യാനിക്കുമ്പോൾ ഈ കുരിശ് കാണുമ്പോൾ ഞാൻ എത്രമാത്രം അകലെയാണ് എന്ന് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇപ്പോഴത്തെ ലോകമെന്ന് പറയുന്നത് വാക്കുകളെക്കാളും അക്ഷരങ്ങളെക്കാളും കൂടുതലായിട്ട് കാണുന്നത് സൈനുകളാണ്, ഇമോജികളാണ്. ഇതെല്ലാം നമ്മൾ നവമാധ്യമങ്ങളിലൂടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഇമോജിയായിട്ട്, സൈനായിട്ട്, മൈൽ തോണായിട്ട് നമുക്ക് നൽകപ്പെട്ട ഈ കുരിശ് രക്ഷയിലേക്കുള്ള നമ്മുടെ അടുപ്പവും ദിശയും കാണിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാൽ ഈ ദിശ നമ്മളെ കാണിച്ചു തരുന്ന, അകലം കാണിച്ചു തരുന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് ഒരു കുറ്റങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകാതെ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് ദൈവം തന്ന ഈ കുരിശിനെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവ നൽകുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ടോ ദിശാബോധരായിട്ടോ, ദിശ
നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ കുരിശ് നിങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.